Dream11 ഓൺലൈൻ ബെറ്റിംഗ് കളിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിരിക്കുക. ഇങ്ങനെയുള്ള ഫ്രണ്ട്സിന് ഇൻകം ടാക്സ് നോട്ടീസ് തരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അവർ ഇൻകം ടാക്സ് കറക്റ്റ് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അഥവാ ഇൻകം ടാക്സിൽ പറഞ്ഞിട്ടുണ്ട് 115BB എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം എത്രയാണോ നമുക്ക് ഓൺലൈൻ ബെറ്റിങ്ങിൽ നിന്നും കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് അതിൻ്റെ മുകളിൽ 30% ടാക്സും 4% സെസ്സും നമ്മൾ ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പലർക്കും ഇതറിയാത്തത് കാരണം പിന്നെ ഓൾറെഡി നിങ്ങളുടെ പക്കൽ നിന്ന് TDS എമൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഓൺലൈനിൽ ക്യാഷ് വിഡ്രോ അടിക്കുന്ന സമയത്ത് അതിൽ കാണിക്കും എമൗണ്ട്. അതിന് 1 ലക്ഷം രൂപയാണ് നിങ്ങൾ വിഡ്രോ അടിക്കുന്നത് വെച്ചെങ്കിൽ അതിൽ TDS എമൗണ്ട് എന്ന് പറഞ്ഞാൽ 30%, സെസ് എമൗണ്ട് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് ആ ഒരു എമൗണ്ട് കാണും. ബാലൻസ് എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ആവും. നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആ എമൗണ്ട് എവിടെ പോയി? നമ്മുടെ പാൻ കാർഡിൽ ആ എമൗണ്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. TDS കട്ട് ചെയ്ത എമൗണ്ട് ആണ് പറഞ്ഞാൽ ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, എമൗണ്ട് നമ്മൾ TDS എമൗണ്ട് കട്ട് ചെയ്തിട്ട് 26 yearsൽ വന്നിനോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് 27,000 മുകളിലാണ്. നിർബന്ധമായിട്ടും നമ്മൾ ITR ഫയൽ ചെയ്യണം. ആ എമൗണ്ട് എത്രയാണോ ഇല്ല വെച്ചാൽ നമ്മളെ നെറ്റ് പ്രോഫിറ്റിന്റെ മുകളിൽ 30% ഗവൺമെന്റിക്ക് ടാക്സ് അടച്ചു കൊടുക്കുക. ഓൾറെഡി നിങ്ങളിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടാവും. ആ എമൗണ്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ വേറെ ടാക്സോ കാര്യങ്ങളോ അടക്കേണ്ടി വരില്ല. TDSന് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റിന്റെ മുകളിൽ 30% ടാക്സ് അടച്ചു കൊടുക്കണം നിർബന്ധമായിട്ടും. പിന്നെ ഇതിൽ എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.